ക്രൈസ്തവരാണെങ്കിലും ശരി, ഹൈന്ദവരാണെങ്കിലും ശരി, മുസ്ലിങ്ങളാണെങ്കിലും ശരി, ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ യാതൊരു സീനുകളും നിങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും. ഇത് എല്ലാ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടേഴ്സിനും ഒരു പാഠമായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടോ ഒരു പൊതുവായ സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ടോ എന്ത് പ്രസ്ഥാനമാണേലും പോകുന്നത് ശരിയല്ല എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാകാം ഇത്. ജോഷി സംവിധാനം ചെയ്ത ആന്റണി എന്ന സിനിമയിൽ ബൈബിളിനെ അവഹേളിക്കുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച യുവാവിന്റെ വാക്കുകളെ ജനങ്ങൾക്കൊപ്പം നീതിപീഠവും അംഗീകരിച്ചു. യുവജനങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയ ജോജി കോലഞ്ചേരി എന്ന യുവാവാണ് നിയമപോരാട്ടത്തിനൊടുവിൽ വിജയം നേടിയത്. സെൻസർ ബോർഡിനും പ്രൊഡ്യൂസർക്കും സിനിമ കണ്ട ശേഷം ജോജി പരാതി അയച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതിനാൽ നീതിക്കുവേണ്ടി അഡ്വക്കേറ്റ് ജിജിമോൻ ഐസക് വഴി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പിന്നിട്ട നാൾവഴികളെക്കുറിച്ച് ജോജിയുടെ വാക്കുകൾ. ഈ സിനിമ ഞാൻ കാണാൻ ആദ്യ ഷോയ്ക്ക് തന്നെ ഞാൻ ചെന്നു. അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഇന്റർവെല്ലിന് ശേഷം ഒരു സീനിൽ ബൈബിളിൽ, അതായത് അവർ കാണിക്കുന്ന ബുക്ക് തുറക്കുമ്പോൾ റോമക്കാരുടെ സുവിശേഷം 12-ാം അധ്യായം 13-ാം അധ്യായം 237 പേജൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ആ പോർഷനിൽ ഒരു തോക്ക് ഇറക്കി വെച്ചത്, ആ തോക്ക് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് ആ പോർഷൻ കട്ട് ചെയ്ത് ഇറക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആ ഗ്രന്ഥത്തെ ഇങ്ങനെ വികൃതമാക്കി കാണിച്ചു കഴിഞ്ഞപ്പോൾ വിഷമമുണ്ടായി. ആദ്യ നടപടി എന്ന നിലയിൽ സെൻസർ ബോർഡിന് പരാതി അയക്കാം. അവരുടെ ഭാഗത്തുനിന്ന് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത് 18-ാം തീയതിയാണ്. അപ്പോൾ അങ്ങനെ അവർ അപ്പിയർ ചെയ്ത് അവർക്കതിന് അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള സമയം ചോദിച്ചു. അങ്ങനെ പിന്നീട് ഹൈക്കോടതി അവധിയായിരുന്നു, ക്രിസ്മസിനോടുള്ള അനുവദിച്ചുള്ള അവധി. അതിനുശേഷം 10 ദിവസം അവധി കഴിഞ്ഞ് അവർ ഹാജരാവുകയും നമ്മുടെ പരാതിയിൽ അപ്പം നമ്മുടെ ഈ സെൻസർ ബോർഡ് ഇതിനെയും കക്ഷി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വക്കീലും ഹാജരായിരുന്നു. അവർക്ക് ഈ പരാതിയിൽ കഴിവുണ്ടെന്ന് മനസ്സിലായതിനാൽ ഇപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം സെൻസർ ബോർഡിനെ അറിയിച്ചു. അതായത് ആ വിവാദപരമായിട്ടുള്ള ആ ഭാഗം ബ്ലർ ചെയ്ത് OTTയിൽ റിലീസ് ചെയ്യുന്നതാണ് അവർ അപേക്ഷ സമർപ്പിക്കുകയും അത് സെൻസർ ബോർഡ് ഹൈക്കോടതിനെ ബോധിപ്പിക്കുകയും അതിനുശേഷം ആ തീരുമാനത്തിന് മേൽ ഹൈക്കോടതി ഇതിന് വിധി തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. അതായത് ഇവർ OTTയിൽ ഇറക്കിയത് ബ്ലർ ചെയ്ത വെർഷനാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ഉന്നയിച്ചത് ന്യായമായിട്ടൊരു അവകാശമാണ്, ന്യായമായിട്ടുള്ളൊരു വാദമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിനിമയുടെ ആളുകളും അതൊരു ഉചിതമായ തീരുമാനമെടുത്തു. അതിന് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സിനിമയിലാണെങ്കിലും സിനിമയുടെ അണിയറ പ്രവർത്തകരും തിരക്കഥ എഴുതുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരുടെയും മതവിശ്വാസത്തെ, ഇപ്പോൾ ക്രൈസ്തവരാണെങ്കിലും ശരി, ഹൈന്ദവരാണെങ്കിലും ശരി, മുസ്ലിങ്ങളാണെങ്കിലും ശരി, ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ യാതൊരു സീനുകളും നിങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പല രംഗങ്ങളും എന്തിനാണെന്നുള്ള ഇവർ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ചേർക്കുന്നതെന്ന് അറിയാൻ പാടില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയാണെങ്കിലും അവർ അങ്ങനെയൊക്കെ സിനിമകളിൽ കൂട്ടിച്ചേർക്കാതിരിക്കാനും, അതുപോലെ തന്നെ സെൻസർ ബോർഡ് ഇനി ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ സെൻസർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വിവാദപരമായിട്ട് ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. സിനിമയിലൂടെ ക്രൈസ്തവരെയും വിശുദ്ധ ഗ്രന്ഥത്തെയും കൂദാശകളെയും മനഃപൂർവ്വമോ അല്ലാതെയോ അവഹേളിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ജിജിമോൻ ഐസക്കും പ്രതികരിച്ചു. ഇത് എല്ലാ പ്രൊഡ്യൂസർമാർക്കും ഡയറക്ടേഴ്സിനും ഒരു പാഠമായിരിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കാരണം ഒരു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടോ ഒരു പൊതുവായ സമൂഹത്തെ വെറുപ്പിച്ചുകൊണ്ടോ എന്ത് പ്രസ്ഥാനമാണേലും പോകുന്നത് ശരിയല്ല എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാകാം ഇത് എന്ന് ഞാനടക്കം വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഒരു കേസ് നടത്തുന്നതെന്നും അതും വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനു വേണ്ടി ആയതിനാൽ ഒരുപാട് സന്തോഷമുണ്ടെന്നുമായിരുന്നു ജോജിയുടെ വാക്കുകൾ.